ഹലോ ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഓണമൊക്കെ അല്ലേ, അങ്ങനെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചതാണേ. അപ്പോൾ സിമ്പിളായിട്ടൊന്ന് ഒരുങ്ങാം കേട്ടോ, പെട്ടെന്ന് തന്നെ ഒന്ന് ഒരുങ്ങാം. അത്ര മേക്കപ്പൊന്നും ഞാൻ ചെയ്യാറില്ല, എനിക്കത്ര ചെയ്യാനും അറിയില്ല കേട്ടോ. അപ്പം മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഇട്ട് കൊടുക്കുന്ന മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് നിവ്യേൻ്റെയാണ് കേട്ടോ, നിവ്യേൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ മുഖത്തിട്ട് കൊടുക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ പുറത്തേക്ക് പോകുന്നില്ല, പുറത്ത് പോണ സമയത്താണെങ്കിൽ കുറച്ച് സൺസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം സൺസ്ക്രീം ഇട്ടില്ലെങ്കിൽ നമ്മുടെ മുഖമെല്ലാം കരിഞ്ഞുണങ്ങി പോകുന്നേ, ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്തൊക്കെ. അപ്പം മസ്റ്റായിട്ട് സൺസ്ക്രീം യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ ഇടാത്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. പിന്നീട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണെഴുതാതെ ഞാനങ്ങനെ പുറത്തൊന്നും പോകാറില്ല. കാരണമെന്ന് വെച്ചാൽ കണ്ണെഴുതിയില്ലെങ്കിൽ കരഞ്ഞ പോലെ ഇരിക്കും എൻ്റെ മുഖം. അപ്പം കണ്ണൊന്നെങ്കിൽ മുകളിൽ എഴുതും, അല്ലെങ്കിൽ ഞാൻ താഴ്ഭാഗം എഴുതും കേട്ടോ. എഴുതാതെ ഞാൻ പോയിട്ടില്ല. അങ്ങനെ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഐലൈനറാണ് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ബ്ലൗസ് മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. കടുത്ത ഗ്രീൻ കളറാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. പക്ഷേ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു, പക്ഷെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ മേടിച്ചിട്ടുള്ളതല്ല കേട്ടോ, ഒരു കൊല്ലം മുന്നേ മേടിച്ചിട്ടുള്ള ബ്ലൗസാണ്. പക്ഷേ ഇപ്പോഴും നന്നായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ആ ബ്ലൗസാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബ്ലൗസ്. കാരണം റേറ്റിംഗ് ഒക്കെ നല്ലതുണ്ടായിരുന്നു. 250 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. നല്ല ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ സാരി ആണെങ്കിൽ, സാരി എൻ്റെ ഒരു പഴയ സാരിയാണ് കേട്ടോ. നല്ല സാരിയാണ്. ഞാനങ്ങനെ എപ്പോഴും സാരി ഉടുക്കുന്ന ആളല്ല. ഇപ്പോൾ ഈ ഓണത്തിന് ഉടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം ഞാൻ ഉടുക്കുന്ന അടുത്ത ഓണത്തിനൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് കേട്ടോ. കൂടുതലും ഞാനങ്ങനെ സാരി ഉടുക്കാറില്ല. അങ്ങനെ കണ്ണിൽ കാജൽ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു പൊട്ടും വെച്ചിട്ടുണ്ട്. പിന്നീട് ലിപ് ബാമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യണത്. എൻ്റെ വീട്ടുകാരെല്ലാവരും പറയാറുണ്ട് എന്നോട് വലിയ പൊട്ട് വയ്ക്കാനായിട്ട് പറയും എപ്പോഴും. പക്ഷേ എനിക്കെന്തോ ചെറിയ പൊട്ടിനോടാണ് കേട്ടോ താല്പര്യം കൂടുതൽ. പിന്നീടാണെങ്കിൽ ജിമിക്കയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ ഇടാനായിട്ട് വെച്ചിരുന്നത് വേറൊരു കമ്മലാണ്, പക്ഷേ അത് ജിമിക്ക അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇടുന്നില്ല കേട്ടോ. കാരണം കൂടുതലും സാരീൻ്റെ കൂടെ ജിമിക്കയായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ പിന്നീട് പെട്ടെന്ന് മാറ്റിയ കമ്മലാണ് കേട്ടോ ഇത്. ഞാൻ ഇടാൻ വെച്ചിരുന്ന കമ്മൽ വേറെ ആയിരുന്നു, പക്ഷെ അത് ഇട്ടിട്ടില്ല. കാരണം നമ്മൾ സാരിയൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലും ജിമിക്കയല്ലേ ചേരണത്. അങ്ങനെ ഈ കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്ന നെക്ലേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഞാൻ മേടിച്ച നെക്ലേസ് ആണെങ്കിൽ എൻ്റെ ബ്ലൗസിൻ്റെ അതേ കളർ തന്നെ എനിക്ക് കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതാ നോക്കിയേ, നെക്ലേസിൻ്റെയും ബ്ലൗസിൻ്റെയും കളർ സെയിം കടുത്ത ഗ്രീനാണ് കേട്ടോ. നോക്കിയേ, രണ്ടും നല്ല രീതിക്ക് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എൻ്റെ ജിമിക്കയാണെങ്കിൽ വേറെ ഒരു ഗ്രീനാണ് കേട്ടോ. എൻ്റെ ഈ ജിമിക്ക എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീനാണ് വരുന്നത്, ഡാർക്കല്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ചേരുന്ന ഒരു ജിമിക്കയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നോക്കി, എൻ്റെ ബ്ലൗസും നെക്ലേസും കറക്റ്റ് ഒരേ കളർ കിട്ടി. ഭയങ്കര സന്തോഷം. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം പോലെ തോന്നി കേട്ടോ. ഇനി നമുക്ക് മുടി കെട്ടാം. മുടി കെട്ടുന്നതാണ് എനിക്ക് ഏറ്റവും ടാസ്ക് പിടിച്ച പണി. അങ്ങനെ മുടി ഇങ്ങനെ നടക്കുന്ന അവരൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നാടൻ ലുക്കിൽ മുടി ഒന്ന് കെട്ടാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പം എന്നെക്കാൾ നല്ലപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇതെൻ്റെ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ കൊള്ളാവോ ഇല്ലയെന്ന് അറിയില്ല. ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചെറുതായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ, വലിയ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ വരണത്. അപ്പോൾ എന്തായാലും അവസാനം കൊള്ളാവോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. അങ്ങനെ കണ്ടോ, ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ഇതേപോലെ തന്നെ അപ്പുറം സൈഡും ഒന്ന് എടുക്കുക. കണ്ടോ, സിമ്പിളായിട്ട് മുടിയൊന്ന് അഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലും കെട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ കൂടുതലും ഞാൻ മുടി അഴിച്ചിടുന്ന ആളല്ല, എപ്പോഴും കെട്ടി വയ്ക്കുന്ന ആളാണ് കേട്ടോ. പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മുടിയൊക്കെ കാറ്റടിച്ചിട്ട് എൻ്റെ മുടി ഇങ്ങനെ പൊട്ടി പോകാറുണ്ട്. അപ്പം ഞാൻ എവിടെ പോയാലും കൂടുതലും മുടി പിന്നിടും, അല്ലെങ്കിൽ കെട്ടിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നെന്തായാലും അഴിച്ചിടാണ് കേട്ടോ. അങ്ങനെ അവിടെ ക്ലിപ്പ് കുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പുറം സൈഡും അതേപോലെ ഒന്ന് ചെയ്യാവേ.
ഇപ്പുറം സൈഡും അതേപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ലെയർ എടുത്തിട്ട് ഒന്ന് ചുരുട്ടി ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ വരണത്. ഒരു നാടൻ ലുക്കാണോ നോക്കിയത്, അതേപോലെയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഇഷ്ടമായെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ മുടി ഇതാ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പുറം സൈഡ് കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ടൈറ്റാക്കി ഒന്ന് കുത്തി കൊടുക്കാം. അങ്ങനെ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതാണ് കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതേപോലെ ചെറുതായിട്ട് കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ഇടാം. ഞാനിങ്ങനെ വെട്ടിയൊന്നും ഇട്ടിട്ടില്ല, എന്നാലും കുറച്ചിങ്ങനെ ഒന്ന് ഇട്ടേക്കാം. അങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നാടൻ ലുക്കൊക്കെ ആയിട്ടുണ്ടോ? കുഴപ്പമില്ലല്ലേ, കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂവും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാവേ. പൂ ഇതേപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൂവിൻ്റെ കുറവില്ലെന്ന് വേണ്ട, അങ്ങനെ പൂവും കൂടി ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഓണമൊക്കെ അല്ലേ, അങ്ങനെ ഒന്ന് ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു നാടൻ ലുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവസാനം വള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കുപ്പിവളേൻ്റെ കുറവുണ്ട്, അതെനിക്ക് മനസ്സിലായി. പക്ഷേ കുപ്പിവള എൻ്റെ ഇല്ലെന്നേ. കുപ്പിവള ഞാനങ്ങനെ ഇടത്തില്ല, അതുകൊണ്ട് തന്നെ കുപ്പിവള മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുപ്പിവളേൻ്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഗെറ്റ് റെഡി. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.